അവയവക്കടത്ത് കേസിൽ മുഖ്യകണ്ണിയായ കൊച്ചി സ്വദേശി മധുവിനെയും കൂട്ടാളിയായ ഹൈദരാബാദ് സ്വദേശിയെയും പിടികൂടാൻ ഊർജിത നീക്കങ്ങളുമായി പോലീസ്. ഇറാനിലുള്ള മധുവിന്റെ പാസ്പോർട്ട് റദ്ദാക്കിയോ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയോ നാട്ടിലെത്തിച്ച് പിടികൂടാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. അതേസമയം റിമാൻഡിലുള്ള പ്രതി സജിത് ശ്യാമിനെ ഉടൻ കസ്റ്റഡിയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. റിപ്പോർട്ടോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി സിജു സുഗതൻ ചേരും. അവയവക്കടത്ത് കേസിൽ ആദ്യം അറസ്റ്റിലായ സാബിത് നാസറും പിന്നീട് പിടിയിലായ സജിത് ശ്യാമും കേസിലെ മുഖ്യകണ്ണിയായ കൊച്ചി സ്വദേശി മധുവിനെക്കുറിച്ച് മൊഴി നൽകിയിരുന്നു. മധുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള സംഘം അവയവദാതാക്കളെ ഇറാനിലെത്തിച്ചിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഹൈദരാബാദ് സ്വദേശിയാണ് സംഘത്തിലെ പ്രധാനിയെന്നും തിരിച്ചറിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവരെ പിടികൂടാനുള്ള ശ്രമം അന്വേഷണ സംഘം ഊർജിതമാക്കിയത്. ഇറാനിലുള്ള മധുവിനെ നാട്ടിൽ തിരിച്ചെത്തിച്ച് അറസ്റ്റ് ചെയ്യാനാണ് ശ്രമം. പാസ്പോർട്ട് റദ്ദാക്കിയോ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയോ ഇയാളെ പിടികൂടാനാണ് നീക്കം. പാസ്പോർട്ട് റദ്ദാക്കണമെങ്കിൽ കോടതിയുടെ വാറന്റ് വേണം. സാധാരണഗതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷമാകും കോടതി വാറന്റ് അനുവദിക്കുകയെങ്കിലും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ കുറ്റപത്രം നൽകുന്നതിന് മുമ്പും പുറപ്പെടുവിക്കാറുണ്ട്. ഇന്റർപോളിന്റെ സഹായത്തോടെ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലുണ്ട്. ഇതിനായുള്ള പ്രാഥമിക നടപടികളും ആരംഭിച്ചു. അതേസമയം ഹൈദരാബാദ് സ്വദേശിക്കായുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഹൈദരാബാദ് പോലീസിന്റെ സഹായത്തോടെ ഇയാളെ കണ്ടെത്തുന്നതിനായി തെരച്ചിൽ തുടരുകയാണ്. റിമാൻഡിലുള്ള സജിത് ശ്യാമിനെ ചൊവ്വാഴ്ച കസ്റ്റഡിയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. കൈരളി ന്യൂസ്, കൊച്ചി.